കേൾക്കാത്തവർ മുൻപേ ഇതിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പം അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. നീ എന്നെ കാത്തിരുന്നതാണെന്ന് തോന്നുന്നല്ലോ. ആ അതെ, എന്താ കാര്യം? അപ്പോൾ അത്ര സീരിയസ് ഉള്ള എന്തെങ്കിലും കാര്യമായിരിക്കുമല്ലോ. ആ അതെ ചേച്ചാ. അങ്ങനെ അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് എടുക്കട്ടെ എന്ന് ചോദിക്കാൻ. വേണ്ട വേണ്ട, നീ എന്തോ സീരിയസ് ആയിട്ട് എന്നോട് പറയാതിരുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ പറ. അച്ഛാ, ഞാനൊരു കാര്യം പറയാൻ പോവാ, അത് സമാധാനത്തോടെ അച്ഛൻ കേൾക്കണം, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ. നീ പറ കാര്യം എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ. അത് ഞാനിന്ന് ശരണ്യായിട്ട് സംസാരിച്ച് ശരണയും കൂട്ടി പുറത്തിറങ്ങി അമ്പലത്തിൽ പോയി അവിടെ ഇരുന്നപ്പം ശരണ്യ എന്നോടൊരു കാര്യം പറഞ്ഞ്. എന്താണെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് രോഹിത് ഒരു തരത്തിലും ശരണ്യെ ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് ശരണ്യ എന്നോട് പറഞ്ഞതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. രോഹിത്തിനെ കുടുക്കിയതാണെന്ന് ശരണ്യ പറയാണ്. ഹരിയും കൂട്ടരും ചേർന്ന് രോഹിത്തിനെ കുടുക്കിയതാണെന്ന് ശരണ്യ പറഞ്ഞ കാര്യം ബാലേന്ദ്രൻ്റെ അടുത്ത് അലീന പറയാണ്. എന്നിട്ട് ഇത്ര നാളായിട്ട് അവൾ ആരോടും പറയാതിരുന്ന എന്താണ്? എൻ്റെ മോൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അവൻ അനുഭവിച്ച്. എന്നിട്ട് ആ പെങ്കൊച്ച് ഒന്ന് തുറന്ന് പറയുക പോലും ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, അച്ഛാ ശരണ്യക്ക് അതിന് പറ്റിയില്ല അച്ഛാ. അപ്പോൾ ബാലേന്ദ്രൻ ചൂടായിട്ട് പറയാണ്, അലീന ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ അവളെ ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയല്ലേ. ഈ വീട്ടിൽ നിന്നുകൊണ്ട്, എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് നീ അവളെ ന്യായീകരിച്ച് എന്നോട് പറയല്ലേ. എനിക്കിത് എന്താ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചുമ്മാ ഒന്നും അല്ലല്ലോ, കോടതിയും പോലീസും മീഡിയാസും ഒക്കെ വെറുതെ അല്ലല്ലോ. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെ കൊടുക്കാൻ നോക്കിയതാ അവരെല്ലാവരും കൂടെ എന്ന് പറയാണ്. ഞാൻ പറയുന്ന കേക്ക്, ശരണ്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ കൊച്ചിന് ആരുടെ പേര് വേണമെങ്കിലും പറയാമല്ലോ. നശിച്ചു പോകുന്നത് മറ്റുള്ളവരുടെ ജീവിതമല്ലേ, ഇത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുവാണ്. ദേഷിച്ചാണ് പോകുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രൻ പല സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന്. പിന്നെ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് പെട്ടെന്ന് അലീന പറയാണ്, എന്നോട് ശരണ്യ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഞെട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് സംശയത്തോടെ അലീന ഇങ്ങനെ നോക്കുകയാണ്. അതേ അച്ഛാ, എന്നോട് ശരണ്യ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ തിരിച്ച് അലീനയെടുത്ത് നടന്നു വരികയാണ്. എന്നിട്ട് അലീന പറയാണ്, അച്ഛാ ഞാനിപ്പം പറഞ്ഞ് അങ്ങനൊരു കാര്യം ശരണ്യ പറഞ്ഞിട്ടില്ലെന്ന്. അതുപോലെ അച്ഛൻ അവിടെ ചെന്ന് അല്ലെങ്കിൽ മാധ്യമത്തെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തു കഴിയുമ്പോൾ ശരണ്യ പറയുന്നു അങ്ങനൊരു കാര്യം അലീനയെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശരണ്യ പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ തോറ്റു പോത്തേ ഉള്ളൂ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശരണ്യ എന്താണോ പറഞ്ഞത് അതാണ് അച്ഛാ മൊഴി, അല്ലാതെ അച്ഛൻ ഓടിപ്പോയി അവിടെ ബഹളം വെച്ചുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയാണ്, ആ കൊച്ചിന് നേരത്തെ ഇത് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനാണെങ്കിൽ രോഹിത് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെള്ളി ചെന്നപ്പം അവൻ്റെ മാനസിക നില തെറ്റിയ പോലെ ഇനി പുറത്തിറങ്ങേണ്ട, മനോനില തെറ്റി അവൻ ആകപ്പാടെ ഇനി ജീവിക്കണ്ട എന്നൊരവസ്ഥയിലായിരുന്നു. കാരണം ഇതായിരിക്കും ഇല്ലയോ എന്ന് അലീനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, ആയിരിക്കും വെച്ചാൽ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശരണ്യ എന്നോട് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ആ സത്യം അത് പോലീസിനോടും വീട്ടുകാരോടും നാട്ടുകാരോടും സമുദായക്കാരോടും എല്ലാവരോടും പറഞ്ഞാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഞെട്ടുകയാണ്. പക്ഷേ അവളുടെ ആ വാക്ക് ആരും ചെവിക്കൊണ്ടില്ല. അവർ പറഞ്ഞത് രോഹിത്തിനെയും കൂടെ പ്രതിയാക്കണമെന്ന്. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ ആ കേസിനൊരു ബലമുണ്ടാവുമെന്നും പറഞ്ഞ് അവളുടെ വായ അടപ്പിച്ച് അവൾക്ക് ആ സത്യം ആരോട് പറയാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ തയ്യാറായില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ആകെപ്പാടെ ദേഷ്യവും വരുന്നുണ്ട്, അതുപോലെ വിഷമം വരുന്നുണ്ട്. അച്ഛാ ഞാൻ ഒന്ന് പറയുന്ന കേക്ക്, നമ്മൾ ഈ കേസ് പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യല്, സമാധാനത്തോടെ ആലോചിച്ച് വേണം ചെയ്യാൻ. കാരണം ആ ശരണ്യയുടെ മൊഴിയാണ് ഇതിന് പ്രധാനം. ശരണ്യ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നാളെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പറയണമെന്നില്ല. കാരണം ആ കുട്ടി അങ്ങനെ പറയാൻ ആരും സമ്മതിക്കത്തില്ല, അത് പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറാവത്തില്ല, എല്ലാവരും രോഹിത്തിനെ പ്രതിയാക്കത്തേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് അലീന പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളിത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. രോഹിത്തിനെ രക്ഷിച്ചെടുക്കണം, പക്ഷേ നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് അതിൻ്റേതായ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. നമ്മൾ ചെന്ന് ത്തിൽ ചാടല്ലെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഒരു ആശ്വാസമാവുന്നുണ്ട്. അപ്പം അലീന പറയാണ്, അച്ഛാ രോഹിത് കുറ്റക്കാരനല്ലെന്ന് ഒരു അറിവ് നമുക്ക് കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യമില്ലേ. അവൻ ആ ചതിയിൽ അകപ്പെട്ടു പോയതാണ്, അവൻ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ശരണ്യ എന്നോട് പറഞ്ഞായിരുന്നു. സത്യം തന്നെ അച്ഛാ. അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഒരു ആശ്വാസമാവുന്നുണ്ട്.
ബാലേന്ദ്രനാണെങ്കിൽ മുറി പോയിരുന്ന് എന്തോ ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട് പറയാണ്, അത്യാവശ്യമായിട്ട് നീ കടപ്പാട്ടൂരൊന്ന് വരണം, എനിക്ക് നിന്നെ കാണണം. എന്താങ്കിളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നോട് കുറച്ച് നേരം സംസാരിക്കണം, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, ഉടനെ തന്നെ വരണമെന്ന് പറയുകയാണ്. അപ്പം മനു പറയാണ്, ശരിയെങ്കിളെ ഞാൻ വരാം എന്ന് പറയാണ്. മനു ആലോചിക്കുകയാണ്, ഇനി എന്തിനാ പെട്ടെന്ന് അങ്കിൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഇനി എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ മനു ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനു പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂർ എത്തുന്നുണ്ട്. എത്തുമ്പോൾ തന്നെ അലീനയെ കാണുന്നുണ്ട്. അങ്കിൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ അലീന കാര്യമെന്ന് ചോദിക്കുകയാണ്. അത് അച്ഛൻ പറയും, മനുവേട്ടൻ അങ്ങോട്ട് ചെല്ല്, എന്താണെന്നുള്ള കാര്യം അച്ഛൻ പറയും. എന്തോ സീരിയസ് കാര്യമാണല്ലോ. അപ്പോൾ അലീന പറയാണ്, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അച്ഛനെ പറഞ്ഞ മനുവേട്ടനാണ് സമാധാനിപ്പിക്കേണ്ടത്, ആവശ്യമായ തീരുമാനം, വേണ്ട തീരുമാനം മാത്രമേ എടുക്കാവൂ എന്ന് അലീന മനുവിനോട് പറഞ്ഞു കൊടുക്കുവാണ്. മനു ചോദിക്കുകയാണ്, എന്താ കാര്യമെന്ന് പറ, നീ പറഞ്ഞാലും മതി എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, മനുവേട്ടൻ അറിയാലോ ശരണ്യെ കാണാൻ ഞാൻ ഇടയ്ക്ക് പോകുമെന്ന്, ഇന്ന് ഞാൻ ശരണ്യെ കാണാൻ ചെന്നായിരുന്നു. അപ്പം ശരണ്യെ കൊണ്ട് ഞാൻ പുറത്തൊക്കെ പോയി, അമ്പലത്തിൽ പോയി തൊഴുതിന് ശേഷം പുറത്ത് വന്ന് അവിടെ ഇരുന്നപ്പം ശരണ്യ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം എന്നോട് പറഞ്ഞു മനുവേട്ട എന്ന് പറയാണ്. എന്താണെന്ന് മനു ചോദിക്കണം. അത് അന്ന് ആ സംഭവം ഉണ്ടായല്ലോ, ആ സംഭവത്തിൽ രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മറ്റുള്ള 3 പേരുമാണ് അവളെ ഉപദ്രവിച്ചെന്നുള്ള കാര്യം മനുവിൻ്റെ അടുത്ത് അലീന പറയുകയാണ്, ശരണ്യ പറഞ്ഞെന്നും പറഞ്ഞ്. ഇത് മനു ആകപ്പാടെ ജെട്ടുവാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ആ കുട്ടി ഇത്രയും നാൾ രോഹിത്തിൻ്റെ പേരും കൂടെ പറഞ്ഞ് ഇത്രയും സംഭവം ഉണ്ടായത്, അവനെങ്കിലും രക്ഷപ്പെടത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ആ കൊച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു രോഹിത്തില്ല, ബാക്കിയുള്ള 3 പേര് മാത്രമേ ഉള്ളെന്ന്. പക്ഷേ അവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് രോഹിത്തിൻ്റെ പേര് പറയിപ്പിക്കുകയാണെന്ന് പോലീസിൻ്റെ അടുത്തും വീട്ടുകാരടുത്തും സമുദായക്കാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു. പക്ഷേ ആരും കേൾക്കാൻ തയ്യാറായില്ലെന്നാണ് ശരണി എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനു ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എന്തായാലും ഈ കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്, അച്ഛൻ ആകപ്പാടെ ചൂടിലാണ്. ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് വിട്ടതാണ്. എന്തായാലും മനുവേട്ടൻ അച്ഛനോട് സംസാരിച്ച് സമാധാനപ്പെടുത്തണം എന്ന് പറയാണ്. അങ്ങനെ നേരെ മനു മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ആകപ്പാടെ ടെൻഷനിരിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പം ചെല്ലുമ്പോൾ തന്നെ മനു ആണെങ്കിൽ അങ്കിളേന്ന് വിളിച്ചോട്ട് ചെല്ലുകയാണ്. മനു, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം താഴെ വന്നപ്പം അലീന പറഞ്ഞ്, നീ എന്താ പറയുന്നത്, എൻ്റെ മോനെ എല്ലാവരും കൂടെ കുരുക്കിയതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മനു എന്ന് പറയാണ്. മനു പറയാണ്, ഇത് ആ കുട്ടി പോലീസിനോടും ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞതാണെന്ന്, പക്ഷേ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല, രോഹിത്തും കൂടെ പ്രതിയാവട്ടെന്നും പറഞ്ഞ് അവർ മനഃപൂർവ്വം കുടിക്കുമെന്നാണ് അലീന പറയുന്നത്. അപ്പം പറയാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്കിളെ, നമ്മളിത് നന്നായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. കാരണം ഇത് ആ കുട്ടിയുടെ മൊഴി പോലെ ഇരിക്കും രോഹിത് രക്ഷപ്പെടുന്നതും രക്ഷപ്പെടാത്തതും. കാരണം ബാക്കി എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മറച്ചു വെച്ചേക്കുവാണ്. രോഹിത് നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ മറച്ചു വെച്ചേക്കുവാണ്. ശരണ്യ സത്യം കോടതിയിൽ പറഞ്ഞാൽ മാത്രമേ രോഹിത് പുറത്ത് വരുത്തുള്ളൂ, നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ ആ കുട്ടി തീരുമാനം മാറ്റി രോഹിത് ഈ കേസിലുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും രോഹിത് ആ കേസിലെ പ്രതിയായി തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന് മനു ബാലേന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും എൻ്റെ മോനെ രക്ഷിച്ചെടുത്തേ പറ്റത്തുള്ളൂ മനു, കാരണം അവൻ ചെയ്യാത്ത തെറ്റ് എന്തിനാണ് അവൻ തലയിൽ വെച്ച് അവൻ്റെ ജീവിതം പാഴാക്കുന്നത്. അപ്പോൾ മനു പറയാണ്, എന്തായാലും രോഹിത്തിനെ നമ്മൾ രക്ഷിച്ചെടുക്കും അങ്കിൾ വിഷമിക്കേണ്ട, കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവനെ നമ്മൾ രക്ഷിച്ചെടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും കുറേ സംസാരിച്ചതിന് ശേഷം മനു പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് അലീനെ ചോദിക്കുന്നുണ്ട്, എന്തോ പറഞ്ഞ് അച്ഛൻ എന്തോ പറഞ്ഞു മനുവേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്കിൾ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ടെൻഷനിലും ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. തെറ്റ് ചെയ്യാത്ത രോഹിത് രക്ഷപ്പെടണ്ടേ, അതല്ലേ നീതി എന്ന് മനു ആണെങ്കിൽ അലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അത് തന്നെയാണ് നീതി, പക്ഷേ ആ കുട്ടി ആ സത്യം ആരോടും പറഞ്ഞിട്ട് ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നത് രോഹിത്തും കൂടെ അതിനെ പ്രതിയാവട്ടെന്ന്. ഒരിക്കലും ശരണ്യ കുറ്റക്കാരിയല്ല മനുവേട്ട, കാരണം ആ കുട്ടി പോലീസിനോടും വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു, അതിൻ്റെ വാക്ക് ആരും കേൾക്കാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അലീന മനുവിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ മനു പറയാണ്, എന്തായാലും തെറ്റ് ചെയ്യാത്ത രോഹിത്തിനെ രക്ഷിച്ചെടുത്തേ പറ്റൂ, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യണം, കാരണം അതിൻ്റെ ശരിയെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അത് തന്നെ, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവ രക്ഷപ്പെടുക തന്നെ ചെയ്യണം, പക്ഷേ അത് ശരണ്യെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശരണ്യെ അവമാനപ്പെടുത്തിക്കൊണ്ടല്ല, നേരായ മാർഗത്തിൽ നല്ല രീതിയിൽ തന്നെ രോഹിത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കണം എന്ന് പറയാണ്. എന്തായാലും ശരണ്യയുടെ വീട്ടിൽ പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ, രോഹിത് നിരപരാധിയാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞല്ലോ. നീ എവിടെ പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പുറലോകം അറിയത്തില്ലായിരുന്നു രോഹിത് നിരപരാധിയാണെന്ന്, നമ്മളും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേനെ എന്ന് മനു പറയാണ്. എന്തായാലും അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടല്ലോ എന്ന് മനു അലീനയുടെ അടുത്ത് പറയാണ്. എന്തായാലും ഞാൻ പോവുകയാണ്, ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, അന്നേരമാണ് അങ്കിള് വിളിച്ചത്. എന്തായാലും ഇത് കൂടുതൽ ആലോചിച്ച് എങ്ങനെയായാലും
രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെടുത്തേ പറ്റത്തുള്ളൂ എന്ന് മനു പറയുകയാണ്. അങ്ങനെ മനു പോകാൻ നേരത്ത് കാറിനകത്ത് കയറിയിരുന്ന മനു ആണെങ്കിൽ അലീനയ്ക്ക് ബൈയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനു പോവുകയാണ്. അലീന ഇങ്ങനെ ആലോചിച്ച് തന്നെ നിൽക്കുകയാണ്.